വിസ്താരത്തിന് മാത്രം 438 ദിവസം. പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് 833 രേഖകൾ, 142 തൊണ്ടി മുതലുകൾ. അങ്ങനെ ജിജീഷ, വളരെ അസാധാരണമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ന് അന്തിമ വിധി വരുമ്പോൾ എങ്ങനെയാണ് കേരളം ഉറ്റുനോക്കുന്നത്? അന്തിമ വിധി പ്രസ്താവത്തിന് ഇനി 1.5 മണിക്കൂർ പോലും തികച്ചില്ല. ആ ഒരു ഉദ്യോഗത്തിൻ്റെ, കാരണം ഇത്രയും നാളും കേരളം കാത്തിരുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായിരിക്കും അതിജീവിതയ്ക്ക് നീതി ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു വിധിന്യായം ഉണ്ടാകുമോ, അല്ലെങ്കിൽ പ്രതിഭാഗത്തിൻ്റെ മായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയിട്ടുള്ള വാദങ്ങൾ, അതിനാണ് ഏതെങ്കിലും തരത്തിൽ മുൻതൂക്കം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നെല്ലാമുള്ള വലിയ ഒരു മുൾമുനയിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ തികച്ചില്ല ഈ വിധിന്യായം. 12 മണിക്ക് മുമ്പ്, 11 മണിയോടുകൂടി കേസ് പരിഗണിക്കും. 12 മണിക്ക് മുമ്പ് എന്ത് തന്നെയായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾ കുറ്റക്കാരാണോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരും. പിന്നീട് ഒരുപക്ഷെ അതിന് ഉച്ചയ്ക്ക് ശേഷമോ മറ്റൊരു ദിവസമോ ശിക്ഷ വിധിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യും. വളരെ നാടകീയമായ രീതിയിലാണ് ഓരോ ഘട്ടത്തിലും ഈ കേസിൻ്റെ നാൾവഴികൾ കടന്നുപോയത്. അത് പൾസർ സുനിയുടെ കീഴടങ്ങലാണെങ്കിലും ഒപ്പം തന്നെ പലതവണ കേസ് മാറ്റിവെക്കുന്നതിന് വേണ്ടി പ്രോസിക്യൂഷന് എതിരെ പ്രതിഭാഗം നടത്തിയിട്ടുള്ള നീക്കങ്ങളാണെങ്കിലും എല്ലാം തന്നെ കേരളം കണ്ടതാണ്. എങ്ങനെയാണ് ഇത്ര 8 വർഷത്തോളം നീണ്ട വിചാരണയിലേക്ക് സാഹചര്യങ്ങളെ എത്തിച്ചത് എന്നതടക്കമുള്ള ഇപ്പോൾ നിഷ മനോഹർ നമ്മളോടൊപ്പമുണ്ട്. നിഷ, ഈ പൾസർ സുനിയുടെ കീഴടങ്ങലെല്ലാം നാടകീയമായി തന്നെയായിരുന്നുവല്ലോ, എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ? 2017 ഫെബ്രുവരി 17 ഈ ഒരു ആക്രമണം, നടിക്ക് നേരെ ആക്രമണം നടക്കുന്നു. അതിനുശേഷം 6 ദിവസത്തിനകം, അതായത് ഫെബ്രുവരി 23 പൾസർ സുനി വളരെ നാടകീയമായാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കോടതിയിൽ കീഴടങ്ങിയത്. അന്ന് ഈ പൾസർ സുനി കീഴടങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മാറാതെ ഈ കോടതിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഉച്ചയ്ക്ക് ഇവർ ഭക്ഷണം കഴിക്കാനായി മാറിയ സമയത്ത് പ്രതിഭാഗം അഭിഭാഷകരുടെ വേഷത്തിലാണ് പൾസർ സുനിയെയും ഒപ്പം തന്നെ മറ്റ് അയാളുടെ കൂട്ടാളികളെയും ഇവിടെ കൊണ്ടുവന്നതും. നാടകീയമായി തന്നെ ഇവിടെ ഈ കോടതി മുറിയിൽ ജഡ്ജി ഇല്ലാതിരുന്ന ഒരു കൂടിയായിരുന്നു. എന്തായാലും വളരെ നാടകീയമായി കീഴടങ്ങാനെത്തിയ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് ഇവർ ജാമ്യത്തിലിറങ്ങുന്നു. പിന്നീട് ഇവർക്കായി പോലീസ് പലതവണ വലവിരിച്ചിട്ടും കിട്ടാതിരിക്കുന്നു. ഇവർ ഒളിവിൽ പോകുന്നു. പിന്നീട് വളരെ നാടകീയമായിരുന്നു ഈ കേസിലെ ആദ്യം മുതലുള്ള കാര്യങ്ങളെല്ലാം തന്നെ. കാരണം ഈ നടി ആക്രമണത്തിനിരയായ ആദ്യ ദിവസം മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ, അതായത് ഒരുപാട് നാളത്തെ ഗൂഢാലോചനയ്ക്ക് ശേഷം നടന്ന ഒരു കുറ്റകൃത്യമെന്ന് തന്നെ നമുക്കിതിനെ പറയാം. കാരണം ഈ ഒരു കുറ്റകൃത്യം ചെയ്യാനായി, അതായത് 2013 മുതൽ തന്നെ ഈ കുറ്റകൃത്യത്തിനുള്ള ഒരു ഗൂഢാലോചന നടന്നിരുന്നു. അതിനായി ഈ പ്രതികളെല്ലാവരും ചേർന്ന് തയ്യാറെടുക്കുകയായിരുന്നു. ഇവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ദിലീപ് ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഈ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല, പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഇന്നിപ്പോൾ ഈ കേസിൽ കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പി ഗോപാലകൃഷ്ണൻ എന്ന 8ാം പ്രതി ദിലീപിന് ഈ കേസിൽ എന്ത് ശിക്ഷയായിരിക്കും ലഭിക്കുക എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം. നമുക്കറിയാം, 1ാം പ്രതി പൾസർ സുനി എന്ന NS സുനിൽകുമാർ, 2ാം പ്രതി മാർട്ടിൻ ആന്റണി, 3ാം പ്രതി ബി മണികണ്ഠൻ, ഇവർക്കൊക്കെ തന്നെ കൃത്യമായി ശിക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ 8ാം പ്രതിയായ പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിന് എന്ത് തരത്തിലുള്ള ശിക്ഷയാവും ഈ ഒരു കുറ്റകൃത്യത്തിന് ലഭിക്കുക എന്നുള്ള കാര്യമാണ് കേരളമല്ല രാജ്യം ഒന്നാകെ തന്നെ ഉറ്റുനോക്കിയിരിക്കുന്ന ഒരു സംഭവം. എന്തായാലും ഇനി വളരെ കുറച്ച്, ഏതാണ്ട് 1.5 മണിക്കൂർ തികച്ചില്ല. ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റ് പ്രതികൾ 10 പ്രതികളും ഇന്ന് കോടതിയിൽ ഹാജരാകുന്നുണ്ട്. നേരിട്ട് തന്നെ ഇവർ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണോ എന്നുള്ള കാര്യം ജഡ്ജി അവരെ അറിയിക്കും. എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം ഇവിടെ 11 മണിയോടുകൂടി ഈ കേസ് ആദ്യം തന്നെ കേസെടുക്കും. അതിനുശേഷം ഈ പ്രതികൾ കുറ്റക്കാരാണോ എന്നുള്ള കാര്യം അവരെ തന്നെ അറിയിക്കും. അങ്ങനെയായിരിക്കും ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ പോവുക. എന്തായാലും ഈ കേസിൽ പ്രോസിക്യൂഷൻ വാദിച്ച കാര്യങ്ങളൊക്കെ തന്നെ, പ്രോസിക്യൂഷന്റെ വാദങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ കേസിനുള്ള ഗൂഢാലോചന തുടങ്ങിയത് 2013 മുതലാണ്. 2012 ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ, കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള ബന്ധം അറിയുന്നു. അതോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ബന്ധം ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർ അറിയിച്ച നടിയോട് ദിലീപിന് വൈരാഗ്യം ഉണ്ടാകുന്നത്. പിന്നീട് നടിയെ ആക്രമിക്കാനുള്ള പദ്ധതികളിടുന്നു. ഗോവയിൽ വെച്ച് ആക്രമിക്കാൻ പദ്ധതിയിടുന്നു. ആ ഗോവയിൽ വെച്ചുള്ള പദ്ധതി
പദ്ധതി നടക്കാതായതോടെ നടി ആ സമയത്ത് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോന്നു. പദ്ധതി നടപ്പാക്കാതായതോടെ പിന്നീട് മറ്റൊരു ദിവസം തിരഞ്ഞെടുത്തു. അങ്ങനെ ഈ 2013 മുതൽ തന്നെ നടത്തിയ ഗൂഢാലോചനയുടെ ഒരു അവസാനമാണ് ഇത്തരത്തിൽ 2017 ഫെബ്രുവരി 17 നടി ആക്രമിക്കപ്പെടുന്നത്. കൊച്ചിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെടുന്നത്. എന്തായാലും ദിലീപ് അടക്കമുള്ള എല്ലാ പ്രതികളും അല്പസമയത്തിനകം തന്നെ ഈ കോടതിയിലേക്ക് എത്തുന്നുണ്ട്. മറ്റ് പ്രതികൾ, അതായത് ദിലീപും മറ്റു 9 പ്രതികളും അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തും. CJM കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നാടകീയ രംഗങ്ങളൊക്കെ തന്നെ അരങ്ങേറിയ ഒരു സ്ഥലമായിരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ. ഏതാണ്ട് 261 സാക്ഷികൾ, 833 രേഖകൾ. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ദിലീപിന്റെ സുഹൃത്തുക്കളും സിനിമാ മേഖലയിലെ പല ആളുകളും, അതായത് 28 പേർ കൂറുമാറിയ ഒരു കേസ് കൂടെയായിരുന്നു ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസ്. ഈ 261 സാക്ഷികളെ വിസ്തരിക്കാൻ തന്നെ ഏതാണ്ട് 294 ദിവസം വേണ്ടി വന്നു. പിന്നീട് 200-ലധികം ദിവസങ്ങൾ കൂടിയെടുത്താണ് ഇതിൽ സാക്ഷി വിസ്താരം അടക്കം പൂർത്തിയാക്കിയത്. ഏകദേശം 8 വർഷത്തോളം നീണ്ട കേസിന്റെ പരിസമാപ്തിയായിരിക്കുന്നു. ഈ കേസിലാണ് അല്പസമയത്തിനകം തന്നെ വിധി പറയുക. അതെ ജിജീഷ്, നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളം കാത്തിരിക്കുന്ന ഒരു വിധിയാണ്. ഇതിൽ ദിലീപ് പ്രതിപട്ടികയിൽ വരുന്നതോടുകൂടിയാണ് വലിയ മാനങ്ങൾ ഈ കേസിന് വരുന്നത്. അതിന്റെ തലം തന്നെ മാറുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല ദിലീപ്, പക്ഷേ ഈ സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകൻ എന്നുള്ള രീതിയിൽ ദിലീപിനെതിരെയും 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തുന്ന സാഹചര്യമുണ്ട്. ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിധി ഇന്ന് വരുമ്പോൾ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലയിലും നടൻ എന്നുള്ള നിലയിലും എത്രത്തോളം നിർണായകമാണ് ഇന്നത്തെ ദിനം? ജിജീഷ്. തീർച്ചയായും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടനെന്ന നിലയിലാണെങ്കിലും വ്യക്തി എന്ന തലത്തിലാണെങ്കിലും ഏറ്റവും നിർണായകം. കാരണം ഇതുവഴി കേസിൽ ബന്ധപ്പെട്ട വാദങ്ങളിൽ ഒരു പ്രോസിക്യൂഷൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് വളരെയധികം ക്രിമിനൽ ബുദ്ധിയോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ദിലീപ് എന്ന കാര്യം തന്നെയായിരുന്നു. 8ാം പ്രതി ദിലീപ് എന്ന കാര്യമാണ് കേസിൻ്റെ പല ഘട്ടങ്ങളിലും പ്രോസിക്യൂഷൻ വാദിച്ചത്. കാരണം ഇത്തരമൊരു കൃത്യത്തിലേക്ക് പ്രതിയെ എത്തിച്ചത് അത് പെട്ടെന്നുള്ള ഒരു പ്രകോപനം മാത്രമായിരുന്നില്ല, ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാൻ പാടില്ല. ആസൂത്രിതമായി വളരെ നാളത്തെ കൃത്യമായ ആസൂത്രണം നടത്തി അതിനെ ആളുകളെ കണ്ടെത്തി കൊട്ടേഷൻ സംഘത്തെ കണ്ടെത്തി കൊട്ടേഷൻ ഏൽപ്പിച്ച് നടിക്ക് എതിരെ ലൈംഗിക അതിക്രമം നടത്തി തന്റെ വൈരാഗ്യം ആ രീതിയിൽ Your perfect match is waiting. Register now on m4marry.com. m4marry.com ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കോഫ് സിറപ്പ് എവിടെയാ? ഇവിടെയോ? എവിടെയും ചെയ്യാൻ ചുമയ്ക്ക് സ്റ്റോപ്പ്. പുതിയ റെഡ് സ്റ്റെപ്സിൽസ് ഡ്രൈ കഫ് കൊണ്ട് ഇതിലുണ്ട് കഫ് സിറപ്പിന്റെ ഗുണം. അത് ചുമയെ തുരത്തും മണിക്കൂറുകൾ നീണ്ട ആശ്വാസവും തരും. പുതിയ റെഡ് സ്റ്റെപ്സിൽസ് ഡ്രൈ കഫ് സിറപ്പ് ഇനി നിങ്ങളുടെ കീശയിൽ. തന്നെ മനസ്സിലാക്കി തെളിവുകൾ എതിരാകാതിരിക്കാൻ ആ തെളിവുകൾ നശിപ്പിക്കാനും പരമാവധി തെളിവുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായി നടൻ ദിലീപിന്റെ ഭാഗത്തു നിന്ന് 8ാം പ്രതിയുടെ ഭാഗത്തു നിന്ന് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും വിവിധ ഘട്ടങ്ങളിലായി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അത് നേരിട്ട് പ്രശസ്തനിയുമായി പരമാവധി ഫോൺ സംഭാഷണങ്ങളിൽ നേരിട്ട് ഏർപ്പെടാതിരിക്കാൻ ശ്രമിച്ചു. നേരിട്ടുള്ള അതായത് ഫോൺ വഴിയുള്ള സംസാരത്തിന് പരമാവധി അത് മാറ്റിവെച്ചു. പകരം നേരിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ആ കൂടിക്കാഴ്ചകളിലായിരുന്നു പലപ്പോഴും ഈ ഗൂഢാലോചന നടന്നിരുന്നത്. എന്തെല്ലാം ചെയ്യണമെന്ന കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അത് ചോദ്യം ചെയ്യലിൽ ഒരു ഘട്ടത്തിലും തുടക്കത്തിൽ ദിലീപിനെ സംശയിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പോലും പലപ്പോഴും പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ ദിലീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. തനിക്ക് ഒന്നും അറിയില്ല, തനിക്കെതിരായ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞിരുന്ന ദിലീപിനോട് ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു പോകുന്നു. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പല ഭാഗത്തു നിന്ന് ആവർത്തിച്ച് തെളിവുകൾ തങ്ങൾ അതുവരെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചതോടെ ആ ചോദ്യം മുനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ ദിലീപ് അന്ന് അന്വേഷണ സംഘം തന്നെ പറഞ്ഞത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. താൻ ആ കുറ്റങ്ങൾ ഏറ്റെടുത്തു. അത് എങ്ങനെയാണ് അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്നത് പിന്നീട് കൃത്യമായി ഒരു പ്രതി എങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ അനുസ്യൂതമായ ആ മൊഴികൾ പൂർണ്ണമായും പറയുക, തുടർച്ചയായ
വിശദമായി ആ കാര്യങ്ങൾ അവതരിപ്പിക്കുക, അതുപോലെ വിശദമാക്കി പിന്നീട് അവർക്ക് മുന്നിൽ പറഞ്ഞു. അതിനെല്ലാം ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകളുണ്ട്. അന്നത്തെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി തന്നെയായിരുന്നു അവിടെയുള്ള ചോദ്യം ചെയ്യൽ നടന്നത്. മുഴുവൻ കാര്യങ്ങളും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു, പ്രതിയുടെ മൊഴികൾ ചിത്രീകരിച്ചു, ചോദ്യം ചെയ്യലടക്കം ചിത്രീകരിച്ചു. അങ്ങനെ ഏത് ഘട്ടത്തിൽ ചോദ്യം ചെയ്യലിന്റെ പല ഘട്ടത്തിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയെങ്കിലും ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നു. താൻ എങ്ങനെ ഈ കൃത്യത്തിലേക്ക് എത്തി എന്നതടക്കമുള്ള കാര്യങ്ങളും തനിക്ക് അതിജീവതയോടുള്ള വൈരാഗ്യവും ആ വൈരാഗ്യത്തിലേക്ക് എത്തിച്ച കാര്യങ്ങളും എല്ലാം തന്നെ പറയുകയും ചെയ്തു. മാത്രമല്ല അവിടെ നിന്നാണ് ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളാക്കാൻ കഴിയുന്ന ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലും അന്വേഷണ സംഘത്തെ ലഭിക്കുന്നത് ദിലീപിന്റെ ഈ ചോദ്യം ചെയ്യലിലാണ്. അങ്ങനെ ചില ആളുകളുടെ പേരുകളെ താനുമായി ബന്ധപ്പെട്ട ആളുകളുടെ പേരുകൾ പറഞ്ഞു. അവരെ വിശദമായി തന്നെ പിന്നീട് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. പിന്നീട് സാക്ഷികളാക്കിയപ്പോൾ അവരിൽ പലരും വീണ്ടും ദിലീപിലേക്ക് തന്നെ എത്തുകയും ദിലീപിന് അനുകൂലമായ രീതിയിലേക്ക് മൊഴികൾ മാറ്റുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എങ്കിലും അതിജീവിതയ്ക്കൊപ്പം എല്ലാ ഘട്ടത്തിലും ഉറച്ചു. നമുക്കിപ്പോൾ ബീന റാണിയിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. ബീന റാണി, ബീന കേൾക്കാൻ കഴിയുന്നുണ്ടോ? ദിലീപ് ഇപ്പോൾ കോടതിയിൽ എത്തിച്ചേരാൻ ഇനി എത്ര സമയമാണ്? ദിലീപിന്റെ വാഹനത്തിന് പുറകെ തന്നെ ജനം TV സംഘവും യാത്ര ചെയ്യുകയാണല്ലോ. ഏകദേശം എത്ര മണിയോടുകൂടി കോടതിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ? രോഹിണി, ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ ദിലീപ് കോടതിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ കരുതുന്നത്. നിലവിൽ വാഹന ട്രാഫിക് ബ്ലോക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഉള്ളതിനാലാണ് 15 മിനിറ്റിനകം ദിലീപ് കോടതിയിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ഏതാണ്ട് 10 മണി കഴിയുന്നതോടെ എത്താൻ സാധ്യതയുണ്ട്. 11 മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപടികൾ ആരംഭിക്കുക. എല്ലാ പ്രതികളും 10 മണിക്കകം ഹാജരാകേണ്ടതിനാൽ ദിലീപ് അതിനോടകം തന്നെ അങ്ങോട്ട് എത്തുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. എന്തായാലും ദിലീപിനൊപ്പം ദിലീപിൻ്റെ സഹോദരനും കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ 10ാം പ്രതി ശരത്തും ദിലീപിനൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ദിലീപിൻ്റെ അടുത്ത സുഹൃത്താണ് ശരത്താണ് ബാലചന്ദ്രകുമാർ നേരത്തെ വെളിപ്പെടുത്തിയ മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കണ്ടതായി നടന്ന വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് മെമ്മറി കാർഡ് ദിലീപിൻ്റെ വീട്ടിൽ എത്തിച്ചത് ശരത്താണെന്ന വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായ ശരത്തും ദിലീപിനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. 10 മണി കഴിയുന്നതോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് ദിലീപ് എത്തുമെന്നാണ് കരുതുന്നത്. എന്തായാലും ഏതാണ്ട് 8 വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ ഇനി വിധി വരാൻ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു വിധിയാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ളവർ തമ്മിലുള്ള ചില അതെ, ജനം TV സംഘം ദിലീപിന്റെ വാഹനത്തിന് തൊട്ടുപുറകെ തന്നെയുണ്ട്. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ തന്നെ ദിലീപ് കോടതി പരിസരത്തേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജിജീഷിലേക്ക് പോകുന്നു. ജിജീഷ്, നമ്മൾ നേരത്തെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇതിന്റെ നാൾ വഴികൾ, തുടർന്ന് ഇത് ദിലീപിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം എന്താണ് എന്നുള്ളതാണ്. ഈ പൾസർ സുനി ജയിലിനുള്ളിൽ വെച്ച് അയക്കുന്ന ഒരു കത്ത് ഏറെ നിർണായകമാകുന്നു. തുടർന്ന് തൻ്റെ വ്യക്തിജീവിതത്തിൽ ഉണ്ടാകുന്ന ചില വൈരാഗ്യങ്ങൾ അത് പ്രോസിക്യൂഷന്റെ മുന്നിലേക്ക് എത്തുന്നു. അങ്ങനെ ദിലീപിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ടല്ലോ, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് മുൻപാകെയാണ് പ്രോസിക്യൂഷൻ എത്തിച്ചത്. അതിൽ നിന്നാണ് ഗൂഢാലോചനയിൽ ദിലീപിന്റെ പങ്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ദിലീപിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച ആ ഘടകങ്ങൾ, മൊഴികൾ, വ്യക്തികൾ, അവയൊക്കെ ഏത് രീതിയിലായിരുന്നു? ഇവിടെ ദിലീപിലേക്ക് അന്വേഷണം ഏറ്റവും പ്രധാനമായും എത്തുന്നതിന് ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പൾസർ സുനി കാര്യങ്ങൾ പിടിയിലാവുന്നതോടുകൂടിയാണ്. പൾസർ സുനി കീഴടങ്ങുന്നു. പൾസർ സുനി വിശദമായി തന്നെ അന്വേഷണ സംഘത്തിന് ചോദ്യം ചെയ്യാൻ കഴിയുന്നു. അതായത് ഫെബ്രുവരി 23-ന് ഈ കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകീയമായി കോടതിയിൽ കീഴടങ്ങുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തിൻ്റെ കൈവശം കസ്റ്റഡിയിലേക്ക് ഈ പ്രതി എത്തിച്ചേരുന്നു. അവിടെ നിന്നാണ് ഈ കേസിലേക്ക് എത്തിച്ച കാര്യങ്ങൾ തന്നെ ആരാണ് ഇത്തരമൊരു
കൃത്യത്തിന് ചുമതലപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഒരു കൊട്ടേഷൻ സംഘം അല്ലെങ്കിൽ ക്രിമിനൽ സംഘം ഒരു നടിയോട് കാണിച്ച അതിക്രമം എന്ന നിലയിൽ മാത്രമായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. നടിയെ പിന്തുടർന്നുകൊണ്ട് ആക്രമിക്കുന്നത് അവരുടെ മാത്രം ഒരു കുറ്റകൃത്യമാണ് എന്ന രീതിയിലാണ് പോയിരുന്നത് എങ്കിൽ വളരെ വേഗത്തിൽ അന്വേഷണ സംഘത്തിന് വ്യക്തമായി ഇത് പെട്ടെന്ന് അവിടെ വെച്ച് നടത്തിയ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ സംഘം പെട്ടെന്ന് നടത്തിയ ഒരു അക്രമമല്ല, മറിച്ച് ഇതിന് പിന്നിൽ വലിയ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്, നിരന്തരമായ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും സ്വാധീനമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ ഒരാൾ തന്നെ ഇതിന് പിന്നിൽ ഉണ്ടാകണമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം മനസ്സിലാക്കി. പിന്നീടാണ് വിശദമായി തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നതും ദിലീപിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ജൂൺ 28, 2017 ജൂൺ 28 കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ ചോദ്യം ചെയ്യുന്നു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച വിവരങ്ങൾ, അവിടെയാണ് ദിലീപ് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന സ്ഥിതിയിലേക്ക്. ആദ്യമെല്ലാം അന്വേഷണ സംഘത്തോട് ഒരു തരത്തിലും സഹകരിച്ചിരുന്നില്ല, തന്നെ കൂടുതൽ ശക്തമായ ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രതിയോടെന്ന രീതിയിൽ തന്നെ ചോദ്യം ചെയ്യില്ല എന്നെല്ലാമായിരുന്നു ദിലീപ് ധരിച്ചു വെച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദിലീപിനെ യാതൊരു തരത്തിലുള്ള അനുകമ്പയും അറിയിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സാധാരണ നിലയിൽ ഒരു പ്രതി എങ്ങനെ ചോദ്യം ചെയ്യപ്പെടും ആ രീതിയിലേക്ക് ചോദ്യങ്ങൾ എത്തിയതോടുകൂടി, ആ രീതിയിലേക്ക് പോലീസിന്റെ തനത് രീതിയിലേക്ക് ചോദ്യങ്ങൾ എത്തിയതോടെ കാര്യങ്ങൾ ദിലീപ് കൃത്യമായി തന്നെ അതിലേക്ക് കാര്യങ്ങൾ പറയുകയായിരുന്നു. എങ്ങനെയാണ് ഈ ഗൂഢാലോചന നടന്നത്, താൻ ആരെല്ലാമായിട്ടാണ് ഈ ഗൂഢാലോചന നടത്തിയത്, എങ്ങനെയാണ് ഈ ആളുകളെ കണ്ടെത്തിയത്, അവരുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ എങ്ങനെയാണ് നിരന്തരമായി അവരെ ബന്ധപ്പെട്ടിരുന്നത് എന്നതും തെളിവ് നശിപ്പിക്കാനടക്കം തന്നെ എന്തെല്ലാമാണ്, തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ തന്നെ എന്തെല്ലാമാണ് കാര്യങ്ങൾ ചെയ്തത് എന്നെല്ലാം വ്യക്തമാവുകയും ചെയ്തത്. ജൂലൈ 10 ദിലീപ് അറസ്റ്റിലാകുന്നു. പിന്നീട് ഒക്ടോബർ 3 ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. ഇത്തരത്തിൽ വളരെ കൃത്യമായി തന്നെയുള്ള നടപടിക്രമങ്ങൾ പിന്നീട് മുന്നോട്ട് പോയി. കാര്യങ്ങൾ ദിലീപ് തുറന്നു പറഞ്ഞതോടെ മറ്റ് ആളുകളിലേക്ക്, അനുബന്ധമായി തന്നെയുള്ള ആളുകളിലേക്ക് എല്ലാം തന്നെ കേസ് എത്തിച്ചേരുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇതിന്റെ നാൾവഴികൾ എങ്ങനെയാണ് ഇതിൽ വ്യക്തമാക്കാൻ കഴിയുന്നത്? ഇതിൽ പ്രധാനമായും ഈ നാൾവഴികൾ എന്ന് പറയുന്നത് ഈ 2017 ഫെബ്രുവരി 17 ഈ സംഭവം നടക്കുന്നു. അതിനുശേഷം 6 ദിവസത്തിനകം തന്നെ പൾസർ സുനി എന്ന NS സുനിൽകുമാർ അറസ്റ്റിലാകുന്നു. പിന്നീട് ഈ പൾസർ സുനി ജയിലിൽ നിന്ന് എഴുതിയ കത്ത് അടക്കം ഉള്ളവ ദിലീപിന് എതിരായി വരുന്നു. ദിലീപിനെ ഈ കേസിൽ, അതായത് ഇപ്പൊ ദിലീപ് കോടതിയിലേക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ജിജേഷ്, നിഷ, രേഷ്മ എന്നിവർ കോടതി പരിസരത്ത് നിന്ന് ചേരുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് 4000 പേജുകളാണ് ആർഗ്യുമെന്റ് നോട്ടായിട്ട് വന്നിരിക്കുന്നത്. 1800 പേജ് പ്രോസിക്യൂഷന്റെ, മറ്റ് പേജുകൾ പ്രതികളുടെ. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജഡ്ജ്മെന്റ് ആയിരിക്കും, ഏറ്റവും വലിയ കൂടുതൽ എക്സ്റ്റന്റ് ഉള്ള കൂടുതൽ പേജസ് ഉള്ള ജഡ്ജ്മെന്റ് ആയിരിക്കും. എൻ്റെ 5 6, അത് സലീം, പ്രദീപ്, 5 6 മതിയായ തെളിവുകൾ കോടതിയിൽ എത്തിക്കാൻ പ്രതികളില്ല, ഒരിക്കലുമില്ല. കോൺസ്പിറസി തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നോക്കാം. ബാക്കി ജഡ്ജ്മെന്റ് വരെ കൂടുതൽ സംസാരിക്കാൻ സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നേരിട്ട് പങ്കെടുത്ത താങ്കളുടെ പ്രതികളടക്കമുള്ള കാര്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല. കൃത്യത്തിൽ 5 6 പ്രതികൾ പങ്കെടുത്തിട്ടില്ല. പ്രോസിക്യൂഷന്റെ കേസ് ജഡ്ജിൽ പറയട്ടെ, കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ പറയാം.